നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങൾ നടത്തിയ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ ശരിയാണ്. വാഗ്ഭടാനന്ദൻ സമത്വ സമാജം തെറ്റാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് മൂന്ന് മാത്രമാണ്. നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും എ വിഭാഗത്തിന് യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. വൈകുണ്ഠ സ്വാമികൾ, സമത്വ സമാജം, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, VD ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921, പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ, അറബിക്കടലിൽ 1946. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. തെറ്റായിട്ടുള്ളത് 3, 4 അപ്പോൾ ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3, 4 ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് വില്ലുവണ്ടി സമരം നയിച്ചു. അത് തെറ്റാണ്. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. ശരിയാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ശരിയാണ്. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ശരിയാണ്. നോക്കാം. AK ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ശരിയാണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ആണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. സ്വദേശാഭിമാനി എന്ന പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ചട്ടമ്പി സ്വാമികളല്ല. തിരുവല്ലയിലെ ഇരവി പേരിലാണ് ജനനം. അതും തെറ്റാണ്. ചട്ടമ്പി സ്വാമികളുടെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലാണ്. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഹെർമൻ ഗുണ്ടട്ട്. പഴശ്ശി രാജാവിൻ്റെ ജീവിതത്തെ ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്? ഓപ്ഷൻ ബി ആണ് സർദാർ KM പണിക്കർ. പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തി? ഓപ്ഷൻ ബി ആണ് KB മേനോൻ. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, മൊയ്യാരത്ത് ശങ്കരൻ, P കൃഷ്ണപിള്ള ഒക്കെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരാണ്. പങ്കെടുക്കാത്തത് KB മേനോൻ. തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഗൗരി പാർവതി ബായി ആണ്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ശരിയാണ്. വില്ലുവണ്ടി സമരം നടത്തി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 1, 3. ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർ അവർക്ക് പിന്തുണയും നൽകി. ശരിയാണ്. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ തമ്പിയാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. ശരിയാണ്. ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ശരിയാണ്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. ശരിയാണ്. അപ്പോൾ 1, 2, 3, 4 ശരിയാണ്. കേരളത്തിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. 1643 ഒരു വശത്ത് ഡച്ചുകാരും മറുവശത്ത് പുറക്കാട് രാജാക്കന്മാരും കായംകുളം രാജാക്കന്മാരും തമ്മിലുള്ള പുതിയ ഉടമ്പടികൾ അവസാനിച്ചു. ശരിയാണ്. കൊച്ചി രാജാവ് ഡച്ച് ഭരണം സ്വീകരിക്കുകയും തൻ്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയും കുരുമുളകും ഡച്ചുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ശരിയാണ്. ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരുടെ ഇടയിൽ നിന്നും ഉദാരമായതും സഹിഷ്ണുതയും ഉള്ളതായിരുന്നു. ശരിയാണ്. 1, 2, 3 ശരിയായിട്ടുള്ളത്. ഒന്നുകൂടെ നോക്കാം. 1643 ഒരു വശത്ത് ഡച്ചുകാരും മറുവശത്ത് പുറക്കാട് രാജാക്കന്മാരും കായംകുളം രാജാക്കന്മാരും തമ്മിലുള്ള പുതിയ ഉടമ്പടികൾ അവസാനിച്ചു. കൊച്ചി രാജാവ് ഡച്ച് ഭരണം സ്വീകരിക്കുകയും തൻ്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയും കുരുമുളകും ഡച്ചുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരുടെ ഇടയിൽ നിന്നും ഉദാരമായതും സഹിഷ്ണുതയും ഉള്ളതായിരുന്നു. കേരളത്തിൻ്റെ സംയോജനത്തെക്കുറിച്ചുള്ള വസ്തുതകൾ. 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം
കേരളം പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. ശരിയാണ്. കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിൽ തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യ കേരള പ്രസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. ഇത് 3 ശരിയായിട്ടുള്ളത്. 1, 2, 3 ശരിയാണ്. പ്രാചീന മലയാളം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ. കുളച്ചിൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. 1921 ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ്. വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം? ഓപ്ഷൻ ബി ആണ് 1498. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഓപ്ഷൻ സി ആണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ഓപ്ഷൻ ഡി ആണ് ശ്രീനാരായണ ഗുരു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ചേരുംപടി ചേർക്കുക. സാധുജന ദൂതൻ പാമ്പാടി ജോൺ ജോസഫ്, ഹരിജൻ കെ പി വള്ളോൻ, മിതവാദി സി കൃഷ്ണൻ, അൽ ഇസ്ലാം വക്കം മൗലവി. ഒന്നുകൂടെ നോക്കാം. സാധുജന ദൂതൻ പാമ്പാടി ജോൺ ജോസഫ്, ഹരിജൻ കെ പി വള്ളോൻ, മിതവാദി സി കൃഷ്ണൻ, അൽ ഇസ്ലാം വക്കം മൗലവി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. കുരുമുളക് ഒഴികെ മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിന്റ് കമ്മീഷണർമാർ സൗജന്യമായി പ്രഖ്യാപിച്ചു. ആരായിരുന്നു കമ്മീഷണർമാർ? ജൊനാഥൻ ഡങ്കൻ, ചാൾസ് ബോർഡൻ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്.